പുതിയൊരു വീഡിയോക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കയ്യിലൊരു UPS കിട്ടിയിട്ടുണ്ട്. സംഭവം എന്താണെന്ന് അറിയില്ല, വർക്ക് ചെയ്യുന്നില്ല. മിക്കവാറും ബാറ്ററി കംപ്ലൈൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിത് ജസ്റ്റ് കഴിച്ച് നമ്മൾ റിപ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മളെ UPS, കാണാൻ പറ്റും. അപ്പോൾ നല്ല വെയിറ്റാണ് ഈ സാധനത്തിന്. ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കി കാണാൻ പറ്റും. നമ്മൾ ഓൺ ഓഫിൻ്റെ സ്വിച്ചാണ്, പക്ഷെ ഇത് ഓണാകുന്നില്ല, എന്തോ കംപ്ലൈൻ്റ് ആണ്. പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട് സാധനത്തിന്. ഇതിൻ്റെ ബാക്കിൽ നോക്കി കാണാൻ പറ്റും. കുറച്ച് മൂന്ന് ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ലോഡ് ഔട്ട് എടുക്കേണ്ടതാണ്. AC ലോഡാണ് കേട്ടോ. ഇവിടെ കാണാൻ പറ്റും 360 വാട്ട്സാണ് ഇതിൻ്റെ പവർ വരുന്നത്. അത് നമുക്ക് മിക്സിയൊക്കെ ഇത് വർക്ക് ചെയ്യിക്കാൻ പറ്റും. പിന്നെ ഇത് അതിൻ്റെ ചാർജിങ്ങിൻ്റെ കേബിളാണ്. അപ്പോൾ അത്രയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതൊന്ന് അയച്ചു നോക്കാം. അതിൻ്റെ കംപ്ലൈൻറ്റ് എന്താ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് അയക്കാൻ വേണ്ടി കുറച്ച് റിസ്ക്കാണ്, കാണാൻ പറ്റും. ഇതിൻ്റെ അടിയിൽ നമുക്ക് ഇവിടെയൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ നമ്മളതിൻ്റെ സ്ക്രൂവിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതുപോലത്തെ സ്ക്രൂ ഡ്രൈവർ ജസ്റ്റ് ഇതിലേക്ക് കറക്റ്റായിട്ട് നമുക്ക് കയറുന്നില്ല, കാണാൻ പറ്റും. ഇതിൻ്റെ ഈ ഒരു ഭാഗം ജസ്റ്റ് നമുക്ക് അവിടെ തടിയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാനിത് ഫുള്ളായിട്ട് കാണിക്കുന്നില്ല, ജസ്റ്റ് നമുക്കിത് അയച്ചിട്ട് ഒന്ന് കാണാം. ഒരു വിധത്തിൽ നമ്മൾ ഇത് അയച്ചെടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ. അപ്പോൾ ഇതാണ് നമ്മളിതിൻ്റെ ബാറ്ററി, അതുപോലെ ട്രാൻസ്ഫോമർ എല്ലാം ഉണ്ട്. പിന്നെ അത് ബാറ്ററി വർക്ക് ഉണ്ടെങ്കിലും നമുക്കറിയത്തില്ല അത് വർക്ക് ഉണ്ടോയെന്ന്. അതല്ലാതെ ഇതിനുള്ള നമ്മൾ കൈയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല പോലെ ഷോക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്, ശ്രദ്ധിക്കുക. നമുക്ക് വെച്ച് ബാറ്ററി ഇതൊന്ന് നമുക്ക് റിമൂവ് ചെയ്യാം. ബാറ്ററി ജസ്റ്റ് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ ബാറ്ററി, കാണാൻ പറ്റും. ഇതാണ് മെയിൻ വെയിറ്റ്. നമ്മളെ 12 വോൾട്ട് 7H ലെഡ് ആസിഡ് ബാറ്ററിയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ചെക്ക് ചെയ്യാൻ ഞാനൊരു മൾട്ടിമീറ്റർ ഇവിടെ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലേ, ജസ്റ്റ് ഓൺ ചെയ്യാം. ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കാം. ബാറ്ററിയിൽ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും 1 വോൾട്ട് 2 വോൾട്ട് ആ ഒരു റേഞ്ചിലാണ് കാണിക്കുന്നത്. കണ്ടില്ലേ, 2 സംതിങ് 2 വോൾട്ട് ഈ ബാറ്ററി ഇല്ലു, കാരണം ഇത് 12 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ ഫുൾ ബാറ്ററി ഡെഡാണിത്. അപ്പോൾ നമ്മൾ UPSൻ്റെ ബാറ്ററിയാണ് കംപ്ലൈൻ്റ് ആയത്. അപ്പോൾ ഞാൻ വേറൊരു ബാറ്ററി എടുത്തിട്ടുണ്ട്, അതെടുത്തിട്ട് നമുക്ക് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. ഞാൻ തൽക്കാലമായി ഒരു ബാറ്ററി എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ച ഇൻവേർട്ടർ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ബാറ്ററിയാണിത്. കണ്ടില്ലേ, വലിയ പവറൊന്നും ഉണ്ടായില്ല, ചെറിയ പവറേ ഉണ്ടാവും. അതായത് നമുക്ക് മിക്സി ഒന്നും വർക്ക് ചെയ്യിക്കാൻ പറ്റില്ല. ഇതേപോലത്തെ AC വർക്ക് ചെയ്യുന്ന 9 വാട്ട്സിൻ്റെ നമ്മളെ ബൾബ് നമുക്കിത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. നമ്മളെ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ആണിത്. അപ്പോൾ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു വയർ ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇതാണ് നമ്മളെ UPSൻ്റെ ബാറ്ററി കണക്ട് ചെയ്ത ആ ഒരു ഇതാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കണക്ട് ചെയ്യാം. ഇതിൻ്റെ ബൾബ് ജസ്റ്റ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്, ഒരു ഹോളറിലാക്കി എടുത്തിട്ടുണ്ട്. ഇത് അതിൻ്റെ കണക്ടറാണ്, ബൾബ് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ UPSൻ്റെ ബാക്കിലേക്ക് കണക്ട് ചെയ്തെടുക്കാം. അതായത് നമ്മളെ UPSൻ്റെ ബാക്കിലേക്ക് നമുക്കൊന്ന് കണക്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ബാക്കിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ബാക്കിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബാറ്ററിയിലേക്ക് കൊടുക്കുന്ന ആ വയറാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മളെ UPS ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. UPSൻ്റെ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൽ കണക്ട് ചെയ്ത് നോക്കാം ബാറ്ററിയിലേക്ക്. കണ്ടില്ലേ, വർക്ക് ചെയ്യുന്ന ബൾബ് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓഫായി. അതിവിടെ കൊടുക്കുന്നതിൻ്റെ പ്രശ്നമാണ്. ചെറിയൊരു പണി കിട്ടി, വേറൊന്നുമല്ല. നമ്മളെ ബാറ്ററിയിൽ ഇപ്പോൾ അടുത്തൊരു ബാറ്ററി ഉണ്ടായിട്ട് അതിൽ ചാർജ് കഴിഞ്ഞു. അതായത് ഇൻവെർട്ടർ യൂസ് ചെയ്തിന്, അപ്പോൾ ചാർജ് ഇടാൻ മറന്നുപോയതാണ്. ജസ്റ്റ് അത് ചാർജ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ UPS ലോഡ് എടുക്കാൻ. അപ്പോൾ അത് ചാർജ് വെച്ചിട്ടുണ്ട്, നമുക്ക് ഫുൾ ചാർജ് ആയിട്ട് കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ബാറ്ററി ചാർജ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ 11.7 വോൾട്ടാണ്, ഫുൾ ചാർജ് ചെയ്യാനല്ല. അപ്പോൾ നമുക്കിത് ഫുൾ ചാർജ് ആയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ബാറ്ററി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇത് വർക്ക് ചെയ്യിക്കുക. ഇത് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്, വേഗം കാണാൻ പറ്റും. ബൾബ് എൻ്റെ കയ്യിലുണ്ട്.
കണ്ടേ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ തൊട്ടന്നെ ഷോക്ക് അടിക്കും കേട്ടോ, ശ്രദ്ധിക്കുക. കാണാൻ പറ്റും അത്യാവശ്യം നല്ല വെളിച്ചുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഒരു സൗണ്ട് കിട്ടും, അതായത് ബാറ്ററി ലോ ആകുന്നുണ്ട്. അത് സ്വിച്ച് ഓഫ് ചെയ്യുക. അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ. നമ്മൾ UPS കംപ്ലൈൻറ്റ് ആയിട്ടില്ല, ഇത് ബാറ്ററിയാണ് പോയത്. അപ്പോൾ ബാറ്ററി മാറ്റിയിട്ടാൽ നമ്മളെ UPS വർക്കാവും. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ UPSൻ്റെ ബാറ്ററിയാണ് കംപ്ലൈൻ്റ് ആയത്. അപ്പോൾ എന്താ പറയുക, ഒരു 1000-1500 രൂപയാണ് നമുക്കൊരു ബാറ്ററി വാങ്ങിച്ചിടാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താ പറയുക, അടുത്ത വീഡിയോ കാണാം. അതുവരെയും ബൈ.